എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ മരങ്ങളാലും പുൽമേടങ്ങളാലും ചുറ്റപ്പെട്ട ഒരു സൂര്യപ്രകാശമുള്ള വയലിൽ ഒരാൾ ഈ സ്ഥലത്തിന്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുന്നു. ഇയാളുടെ പേരാണ് തോർസ്. ഇങ്ങനെ തോർസ് അവിടെ നിൽക്കുമ്പോൾ അവന്റെ ഭാര്യ വരുന്നുണ്ട്. അവളുടെ പേരാണ് ഹെൽഗ. അങ്ങനെ തോർസ് അവന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അവൻ നിലത്തേക്ക് നോക്കുന്നു. താൻ ശവങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നുവെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ഇത് കണ്ട തോർസ് തന്റെ തല ഉയർത്തുന്നു. അവനിപ്പോൾ ഒരു യുദ്ധത്തിന്റെ നടുവിലാണ് ഉള്ളത്. അങ്ങനെ അവന്റെ നേരെ വരുന്നവരെല്ലാം അവനും അവന്റെ സുഹൃത്തുമായ തോർക്കലും വെട്ടിമാറ്റുന്നു. ഈ കഥ നടക്കുന്നത് 987 AD-യിലാണ്. തുടക്കത്തിലെ ശ്രദ്ധക്കുറവ് കാരണം തോർക്കൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നു. യുദ്ധത്തിന് നടുവിൽ ദിവ്യ സ്വപ്നം കണ്ടതിന് തോർസ് ക്ഷമ ചോദിക്കുന്നു. ശേഷം തോർക്കൽ ചോദിക്കുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ തോർസ്, ഞാൻ ഇനി അവർ മുന്നോട്ട് വരാതെ നോക്കാം. അപ്പോൾ തോർക്കൽ ചോദിക്കുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് അവരെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണോ? ബട്ട് ഇതിനൊന്നും മറുപടി പറയാതെ തോർസ് മുന്നോട്ട് പോകുന്നു. തോർസ് അവന്റെ നേരെ വരുന്ന എല്ലാവരെയും വെട്ടിമാറ്റുന്നു. അങ്ങനെ തോർസ് ഒരാളെ വെട്ടിയതും അയാൾ ഇവനോട് സോറി പറയുന്നു. ഇത് കേട്ട് കുറച്ചു നേരം തോർസ് നിന്നതും അവന്റെ ശരീരത്തിൽ ഒരു അമ്പേൽക്കുന്നു. ശേഷം കുറെ പേര് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവനും അതിലുള്ള ഒരാളും കൂടി വെള്ളത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നു. തോർസ് അയാളുടെ കത്തി ഉപയോഗിച്ച് തന്നെ അയാളെ കൊല്ലുന്നു. ശേഷം ആരും കാണാതെ അവിടെ നിന്ന് നീന്തി ഒരു ഐലൻഡിലേക്ക് പോകുന്നു. ക്ഷീണിതനായ തോർസ് തിരിഞ്ഞു നോക്കാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു. അവിടെ നിന്നാണ് ഈ സീരീസിന്റെ ടൈറ്റിൽ ഇടുന്നത് വിൻലാൻഡ് സാഗ. പിന്നീട് കാണിക്കുന്നത് 1002-ലെ ഐസ്ലാൻഡാണ്. തോർസിന്റെ ഇളയ മകൻ തോർഫിൻ വെള്ളം ശേഖരിച്ച് തന്റെ ഗ്രാമത്തിൽ കൊണ്ടുപോകുന്നു. വെള്ളം സംഭരിച്ച ശേഷം അവന്റെ സഹോദരി ഇൽവ അവനോട് അവരുടെ ആടുകളെ മേയ്ക്കാനും പശുക്കളെ കറക്കാനും ആവശ്യപ്പെടുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ആ രാത്രി എല്ലാ കുട്ടികൾക്കും ലൈഫ് എറിക്സൺ എന്ന വ്യക്തി തന്റെ അഡ്വഞ്ചേഴ്സ് നിറഞ്ഞ സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നു. ഞങ്ങൾ ശക്തമായ തിരമാലകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വിൻഡ് എന്നോട് സംസാരിച്ചു, നിങ്ങളെയും കാത്ത് ഒരു പുതിയൊരു ലോകം ഉണ്ട്. ഇതൊക്കെ വളരെ ആകാംക്ഷയോടെ നമ്മൾ തോർഫിനും കേൾക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഞങ്ങളത് കണ്ടെത്തി. ഒരു പുതിയ കോണ്ടിനെന്റ്, വളരെ മനോഹരമായ ഒരു ലാൻഡ്. ഞാൻ അതിനൊരു പേര് നൽകി, വിൻലാൻഡ്. ഇയാളത് പറഞ്ഞതിന് ശേഷം കുട്ടികളോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് എൻ്റെ സ്റ്റോറി? കേട്ട് നിങ്ങൾ ഇംപ്രസ് ആയില്ലേ? അപ്പോൾ കുട്ടികൾ കുറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ആ വിൻലാൻഡ് ഐസ്ലാൻഡിനേക്കാൾ വലുതാണോ? അപ്പോൾ ലീഫ് തിരിച്ച് മറുപടിയായി പറയുന്നുണ്ട്, അതെ, വിൻലാൻഡ് ഐസ്ലാൻഡിനേക്കാൾ വളരെ വലുതും ചൂടുള്ളതുമാണെന്ന് ലീഫ് പറയുന്നു. ഇതിനകം അവിടെ താമസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ടുമുട്ടി. ഭാഷാ തടസ്സം മൂലം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇരു കൂട്ടുകാർക്കും തടസ്സമുണ്ടെങ്കിലും പതിയെ അവർ നല്ല സുഹൃത്തുക്കളായി മാറി. നിങ്ങൾ ഇത് കണ്ടോ? ഇതൊരു ഗ്രേറ്റ് വാരിയറിന് മാത്രമേ ലഭിക്കുകയുള്ളൂ. എങ്ങനെ ഇയാൾ കഥ പറയുമ്പോൾ അവിടെ തോർസ് വരുന്നുണ്ട്. ശേഷം തോർഫിൻ ലൈഫിന്റെ അടുത്ത് പോയി, നിങ്ങളൊരു ട്രൂ വാരിയർ ആണ് മിസ്റ്റർ ലൈഫ്. അപ്പോൾ ലൈഫ്, നീ ഒട്ടും മോശമല്ല. നീ വലുതായാൽ എന്റെ കൂടെ നിനക്ക് അഡ്വഞ്ചേഴ്സിന് വരാം. ഇത് കേട്ട് തോർഫിൻ, ഞാൻ വേണമെങ്കിൽ ഇപ്പോഴേ വരാം. അങ്ങനെ ഇരിക്കെ അതിലൊരു കുട്ടി ലൈഫിന്റെ കഥയെ ചോദ്യം ചെയ്യുന്നു. കടലിൽ സർപ്പമായ യോൾമുങ്കണ്ടുണ്ട്. പടിഞ്ഞാറോട്ടും അതിനപ്പുറത്തേക്കും പോകാൻ ധൈര്യപ്പെടുന്ന ഏത് കപ്പലും അത് ഭക്ഷിക്കും എന്നിങ്ങനെ ആ കുട്ടി പറയുന്നു. ഇതൊക്കെ കേട്ട് ഇതെല്ലാം സത്യമാണ്, താനൊരു യഥാർത്ഥ പോരാളിയാണെന്ന് ലീഫ് മറുപടി പറയുന്നു. എന്നാൽ കുട്ടികൾ ലൈഫിനെ കളിയാക്കുന്നു. യുദ്ധത്തിൽ പ്രയോജനമില്ലാത്ത സാഹസികൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ട് ലൈഫ് തോർസിനോട്, നീ ഇത് കണ്ടോ? ഇവർ എന്നെ കളിയാക്കുന്നത്. തോർസ് ആകട്ടെ ഇന്നത്തേക്ക് ഇത്ര മതിയെന്ന് പറഞ്ഞ് ആരി എന്ന വ്യക്തിയോട് കുട്ടികളെയെല്ലാം സേഫായി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്ത കഴുത്തിൽ ചങ്ങലയുമായി ഒരു വ്യക്തി തണുത്ത മഞ്ഞിലൂടെ വളരെ അവശനായി ഐസ്ലാൻഡ് ഗ്രാമത്തിലേക്ക് വരുന്നുണ്ട്. ശേഷം കുട്ടികൾ പോയതോടെ ലീഫും തോയ്സും ഗ്രീൻലാൻഡിലെ തണുത്തുറഞ്ഞ കാലാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ തണുപ്പ് കാരണം കുറെ പേർ മരിച്ചുവെന്നും ഇനി അങ്ങോട്ട് തണുപ്പ് കൂടുമെന്നും പറയുന്നു. തന്റെ കൺട്രിയിൽ തിരിച്ചെത്തിയ സഹോദരൻ തോർവാൾഡ് ഗ്രീൻലാൻഡ് വിടാൻ പ്ലാൻ ചെയ്യുന്നതായി ലീഫ് തോർസിനോട് പറയുന്നു. ഇത് വളരെ ദൂരെയാണെന്ന് തോർസ് പറയുന്നു. എന്നാൽ താൻ മുമ്പ് ഒരു യാത്ര നടത്തിയിട്ടുണ്ടെന്ന് ലീഫ് ആത്മവിശ്വാസത്തോടെ പറയുന്നു. ശേഷം തോർഫിൻ താൻ വിൻലാൻഡിലേക്ക് പോകുന്ന ഒരു നാവികനാണെന്ന് സ്വപ്നം കാണുകയും ആ വലിയ സർപ്പങ്ങളെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. എന്നാൽ ഇൽവ അവന്റെ മേലെ കൈവച്ചത് കാരണം അവൻ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നു. തോർഫിൻ ഇൽവയെ ഉണർത്തുകയും സ്വന്തം ബെഡിൽ ഉറങ്ങാൻ പറയുകയും ചെയ്യുന്നു. പക്ഷെ ഇൽവ അവിടെ തന്നെ കിടക്കുന്നു. തോർസും ലീഫും ഇപ്പോഴും സംസാരിക്കുന്നത് തോർഫിൻ ശ്രദ്ധിക്കുന്നു. എന്നാൽ മുതിർന്നവരുടെ കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കേണ്ടെന്ന് ഇൽവ അവനോട് പറയുന്നു. അടുത്ത ദിവസം രാവിലെ തോർസും ഇൽവയും തങ്ങളുടെ മേൽക്കൂരയിൽ നിന്ന് മഞ്ഞു നീക്കം ചെയ്യുന്നു. അപ്പോൾ ഇൽവ തോർസിനോട് പറയുന്നുണ്ട്, മദറിനൊട്ടും വയ്യ. ഞാൻ എത്ര തവണയായി പറയുന്നു ഒരു അടിമയെ വെക്കാൻ. ബട്ട് തോർസ് ഇതിനെതിരാണ്. ഇതുകൊണ്ട് ഇൽവ വളരെ ദേഷ്യത്തിൽ ജോലി ചെയ്യുമ്പോൾ അബദ്ധത്തിൽ മേൽക്കൂരയിൽ നിന്ന് തെന്നി താഴെ വീകുന്നു. ബട്ട് അവൾക്കൊന്നും തന്നെ സംഭവിച്ചില്ല. പക്ഷേ അവൾക്ക് താഴെ എന്തോ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ മഞ്ഞ് മാറ്റി അബോധാവസ്ഥയിലുള്ള അടിമയെ കണ്ടെത്തുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ലീഫ് തന്റെ കപ്പൽ പേര് ചെയ്യുമ്പോൾ തോർഫിൻ മുകളിലിരുന്ന് ലീഫിനോട് തന്റെ കഥ സത്യമാണോ എന്ന് ചോദിക്കുന്നു. താൻ സത്യസന്ധനാണെന്ന് ലീഫ് മറുപടി പറയുന്നു. ലീഫ് തന്റെ കപ്പലിൽ കയറാൻ അനുവദിച്ചാൽ താൻ വിൻലാൻഡിൽ വിശ്വസിക്കാമെന്ന് തോർഫിൻ പറയുന്നു. എന്നാൽ ലീഫ് ആകട്ടെ തന്റെ പിതാവിന്റെ വളരെ വലുതും വേഗതയേറിയതുമായ കപ്പലിൽ കയറാൻ അവനോട് പറയുന്നു. ബട്ട് എത്ര തവണ ചോദിച്ചാലും ഫാദർ അനുവദിക്കില്ലെന്ന് തോർഫിൻ പറയുന്നു. തോർസ് ഇതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ലീഫ് പറയുന്നു. ശേഷം തോർഫിന് തന്റെ ഭൂതകാലത്തിൽ നിന്നുള്ള ഒരു കഥ പറയാൻ ലീഫ് തീരുമാനിക്കുന്നു. ഒരു ചെറുപ്പക്കാരനായ ലീഫ് ഗ്രീൻലാൻഡിലേക്ക് താമസം മാറിയതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ കപ്പൽ കാണാതായതിനാൽ ഒരു മാസം മുഴുവനും ഉൾക്കടലിൽ ഒരു മഞ്ഞുപാളിയിൽ കുടുങ്ങി.
വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാതെ ലീഫും സംഘവും മഞ്ഞുപാളിയിൽ നിന്ന് നടന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. 2 രാത്രികൾ നടന്നതിനു ശേഷം താൻ തനിച്ചാണെന്നും തന്റെ ജോലിക്കാരിൽ മറ്റ് 6 പേരും മരിച്ചുവെന്നും ലീഫ് മനസ്സിലാക്കി. ഇതൊക്കെ കേട്ട് തോർഫിൻ കടലിലേക്ക് നോക്കി. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഐസ്ലാൻഡിലെ തണുത്തുറഞ്ഞ ദ്വീപിൽ താമസിക്കാൻ ഇത്രയും വടക്കോട്ട് വന്നത്? ശേഷം എല്ലാ കാര്യങ്ങളും ലീഫ് തോർഫിന് പറഞ്ഞു കൊടുക്കുന്നു. തങ്ങളുടെ പൂർവികർ നൂറ്റാണ്ടുകളായി നോർവേയിൽ താമസിച്ചിരുന്നതായും ഐസ്ലാൻഡിനേക്കാൾ ചൂട് കൂടുതലായിരുന്നുവെന്നും അനേകം ഫിയോഡുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നതായും ലീഫ് പറയുന്നു. എന്നാൽ ഒരു ദിവസം ഹാർലാഡ് എന്ന ശക്തനായ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. നോർവേയിലെ ആദ്യത്തെ രാജാവായി അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു. അദ്ദേഹം നോർവേയൻ ജനതയ്ക്ക് ഒരു അവസരം നൽകി. ഒന്നെങ്കിൽ അദ്ദേഹത്തെ സേവിക്കുക, അല്ലെങ്കിൽ നോർവേ വിടുക. പലരും ഹാർലാഡിന്റെ ഈ തീരുമാനത്തെ എതിർത്തുവെങ്കിലും വേറെ വഴിയില്ലാതെ അവർ അവരുടെ വീടുകൾ വിടാൻ തീരുമാനിക്കുകയും അവർ ഹാർലാഡിന്റെ പരിധിയിൽ നിന്ന് പടിഞ്ഞാറോട്ട് വളരെ അകലെ കപ്പൽ കയറി ഐസ്ലാൻഡിൽ എത്തുകയും ചെയ്തു. ഇത്രയൊക്കെ കേട്ടിട്ടും തോർഫിന് തന്റെ പൂർവികർ ഓടിപ്പോകുമെന്ന് വിശ്വസിക്കുന്നില്ല. വീട്ടിലേക്ക് ഓടുന്നതിനു മുമ്പ് ലീഫിനെ ഒരു നുണയനെന്ന് വിളിക്കുന്നു. അതേസമയം തോർസ് അബോധാവസ്ഥയിലായ അടിമയെ തന്റെ വീട്ടിൽ കൊണ്ടുവരുന്നു. തോർസ് അടിമയെ തീയുടെ അടുത്ത് നിർത്തി അവന്റെ വസ്ത്രങ്ങൾ അയക്കുന്നു. അപ്പോൾ ശരീരത്തിൽ അടികിട്ടിയ അടയാളങ്ങൾ കാണുന്നു. ഇയാൾ വ്യക്തമായും ഒളിച്ചോടിയ അടിമയാണെന്നും അവർ അവനെ സഹായിച്ചാൽ അവന്റെ യജമാനൻ അവരുടെ ഗ്രാമത്തിൽ പ്രശ്നമുണ്ടാക്കുമെന്നും ഇൽവ പറയുന്നു. തോർസ് അവന്റെ പേര് ചോദിക്കുന്നു. പക്ഷേ ആ മനുഷ്യൻ പറയുന്നത് തനിക്ക് തണുപ്പാണെന്നാണ്. തീ ശക്തമാക്കാൻ തോർസ് ഇൽവയോട് പറയുകയും അവൻ എവിടെ നിന്ന് വന്നതാണെന്ന് അടിമയോട് ചോദിക്കുകയും ചെയ്യുന്നു. അവനെ ഹഫ്താനിൽ തിരികെ കൊണ്ടുപോകുമോ എന്ന് അടിമ ചോദിക്കുന്നു. താൻ ഹഫ്താനിൽപ്പെട്ടവനാണെങ്കിൽ അവൻ മലയുടെ മറുവശത്തു നിന്ന് വന്നിരിക്കണമെന്ന് ഇൽവ പറയുന്നു. ഇനിയൊരിക്കലും ഹഫ്താനിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ തനിക്ക് പോകാൻ മറ്റൊരു ഇടമില്ലെന്നും അടിമ പറയുന്നു. പെട്ടെന്ന് ഒരാൾ കടന്നു വന്നു. ഹഫ്താനും അവന്റെ 30-ലധികം ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് തോർസിനെ അറിയിക്കുകയും അവനെ കൈകാര്യം ചെയ്യാൻ തനിക്ക് മാത്രമേ കഴിയൂ എന്നതിനാൽ വേഗം വരാൻ പറയുകയും ചെയ്യുന്നു. ഹഫ്താൻ ലീഫിനോടും ഗ്രാമത്തിലുള്ളവരോടും പറയുന്നു, ചങ്ങലകൾക്ക് മാത്രമേ മനുഷ്യനെ നല്ലവനാക്കാൻ കഴിയൂ. തന്റെ അടിമകളിൽ ഒരാൾ ഇന്നലെ രാത്രി തന്റെ ചങ്ങലയറുത്ത് രക്ഷപ്പെട്ടു. അവനെ കണ്ടു എന്ന് ഗ്രാമവാസികളോട് ചോദിക്കുന്നു. ബട്ട് ഇതൊന്നും തന്നെ ഗ്രാമവാസികൾ കേൾക്കുന്നില്ല. ശേഷം ഹഫ്താന്റെ കൂടെയുള്ള ആളുമായി ആരി ഫൈറ്റ് ചെയ്യുന്നു. അപ്പൊ ഹഫ്താന്റെ കൂടെയുള്ള ആൾ നിങ്ങളുടെ നിയമം വെറും വേസ്റ്റ് ആണ് എന്ന് ഗ്രാമവാസികളോട് പറയുന്നു. ഇത് കേട്ട് ഹഫ്താൻ തന്റെ കയ്യിലെ ചങ്ങല ഉപയോഗിച്ച് അവന്റെ കൂടെയുള്ള ആളുടെ മുഖത്തടിക്കുന്നു. ഒരു മനുഷ്യനെ കാട്ടാളനാക്കുന്നതിൽ നിന്ന് തടയുന്ന ഒരു ചങ്ങലയാണ് നിയമം എന്നതിനാൽ ആരെങ്കിലും നിയമം ലംഘിക്കുന്നത് താൻ സഹിക്കില്ലെന്ന് ഹഫ്താൻ പറയുന്നു. ഒളിച്ചോടിയ അടിമ സ്ലാവിക് വംശജനായ ഒരു ചെറുപ്പക്കാരനാണെന്ന് ഹഫ്താൻ പറയുന്നു. ആരെങ്കിലും അവനെ കണ്ടോ എന്ന് വീണ്ടും ചോദിക്കുന്നു. ശേഷം ആ സ്ലാവിക് മനുഷ്യൻ സ്വപ്നം കാണുന്നു. പൂക്കളും മരങ്ങളും പക്ഷികളും നിറഞ്ഞ വയലിലാണ് താനിപ്പോൾ ഉള്ളത്. തനിക്ക് മുമ്പ് ഒരിക്കലും സമാധാനം അനുഭവപ്പെട്ടിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ തോർസ് പറയുന്നുണ്ട്, ഉണർന്നിരിക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ മരിക്കും. അപ്പൊ ഹെൽഗ പറയുന്നുണ്ട്, ആ മനുഷ്യന് ഇനി ജീവിക്കാനാവില്ല. പെട്ടെന്ന് ഹഫ്താനും അവന്റെ ആളുകളും തോർസിന്റെ വീട്ടിൽ വരുന്നു. ഹഫ്താൻ അടിമയെ തേടി വന്നതാണെന്ന് പറഞ്ഞ് അനുവാദമില്ലാതെ വന്നതിന് ക്ഷമ ചോദിക്കുന്നു. അപ്പൊ അവിടെ ഇൽവ വരുന്നുണ്ട്. ഇൽവയാണ് അടിമ ഇവിടെ ഉള്ള കാര്യം ഹഫ്താനെ അറിയിച്ചത്. ഇത് കണ്ട് തോർസ് അടിമയുടെ വില എത്രയാണെന്ന് ഹഫ്താനോട് ചോദിക്കുന്നു. 2 ആടുകളെയാണെന്ന് ഹഫ്താൻ പറയുന്നു. തോർസ് ഈ അടിമയ്ക്ക് 3 ആടുകളെ തരാമെന്ന് പറയുന്നു. ഹഫ്താനാകട്ടെ എന്നാൽ മറ്റടിമകൾക്ക് ഭയത്തിന്റെ ഓർമ്മപ്പെടുത്തലായി അവനെ തിരികെ കൊണ്ടുപോകണമെന്ന് പറയുന്നു. ഇത് കേട്ട തോർസ് 4 ആടുകളെ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ ഹഫ്താൻ തോർസിനോട് ഇരട്ടി തുക ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട തോർസ് 8 ആടുകളെ തരാമെന്ന് പറയുന്നു. അടിമ പകുതി മരിച്ചു. അതിനാൽ തോർസിന്റെ ഓഫർ ഹഫ്താൻ സ്വീകരിക്കുന്നു. പോകുന്നതിന് മുമ്പ് ഹഫ്താൻ തോർസിനോട് ആ മനുഷ്യനെ മോചിപ്പിച്ചതായി താൻ കരുതുന്നുണ്ടോ? പക്ഷേ ഇതിനൊന്നും മറുപടി പറയാതെ തോർസ് നിശബ്ദനായി നിൽക്കുന്നു. ശേഷം ആ രാത്രിയിൽ തോർസ് ഒരു ശവക്കുഴി കുഴിക്കുന്നുണ്ട്. വേറെ ആർക്കുമല്ല, നേരത്തെ 8 ആടുകളെ കൊടുത്ത് മോചിപ്പിച്ച ആ അടിമ മരിച്ചു. ഇത് കണ്ട് ഇൽവ കരയുന്നുണ്ട്. ആ അടിമ മരിച്ചത് കൊണ്ടല്ല, ഇത്ര പെട്ടെന്ന് മരിച്ച ഇയാൾക്ക് വേണ്ടിയാണല്ലോ തോർസ് 8 ആടുകളെ കൊടുത്തത് എന്ന് ആലോചിച്ചിട്ടാണ്. ശേഷം തോർഫിൻ തോർസിനോട് തങ്ങളുടെ പൂർവികർ ലീഫ് പറഞ്ഞതുപോലെ ഓടിപ്പോയതാണെന്ന് ചോദിക്കുന്നു. തോർസ് അതെ എന്ന് പറയുന്നു. അതിനാൽ ഐസ്ലാൻഡ് വിട്ടാൽ അവർ എവിടെ പോകുമെന്ന് തോർഫിൻ ചോദിക്കുന്നു. തോർസ് തന്റെ മകന്റെ തലയിൽ തലോടിക്കൊണ്ട് കടലിലോട്ട് നോക്കുന്നു. അതേസമയം ഒരു സംഘം ആളുകൾ ഐസ്ലാൻഡിലേക്ക് കപ്പൽ കയറുകയും ക്യാമറ തോർസിന്റെ വീട്ടിലേക്ക് പോവുകയും വൈക്കിംഗ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭൂതകാലത്തിലെ ഉപകരണങ്ങൾ അടങ്ങിയ ഒരു ബോക്സ് കാണിക്കുകയും ചെയ്യുന്നു. ഈ സീനോടുകൂടി ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ വീഡിയോയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക. സോ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.